നമ്മളെ ഒരിക്കൽ കൂടെ നാനാച്ചിയിലേക്ക് വന്നിട്ടുള്ള നാനാച്ചിയിൽ ഈ മഴക്കാലത്ത് ഒരു സഫാരി ചെയ്തിട്ടില്ല. സഫാരി ചെയ്യണം, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണണം. പച്ചപ്പണിഞ്ഞുള്ള നാനാച്ചിയുടെ കാഴ്ചകൾ കാണാനായിട്ട് ഇതാ ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ JLR സഫാരി എടുത്തിട്ടുണ്ട്. കൂടെ സന്തോഷേട്ടനുണ്ട്. പുറകിൽ ഒരു ഫാമിലിയാണ്, ഹൈദരാബാദ് എന്നുള്ളൊരു ഫാമിലിയാണ്. അപ്പോൾ ഇന്ന് വരാനൊരു കാരണം കൂടിയുണ്ട്. മിനിങ്ങാന്ന് ഇവിടെ ഒരു ഹണ്ട് നടന്നിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ഒരുപാട് ചർച്ചാ വിഷയമായിട്ടുള്ള ആനേനെ കടുവ പിടിക്കുമോ എന്നുള്ളതിൻ്റെ ഉത്തരവാണത്. മിനിങ്ങാന്ന് ഇവിടെ ഒരു കടുവ ഒരു ആനക്കുട്ടീനെ അടിച്ചിട്ടുണ്ട്. സന്തോഷേട്ടാ, അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയാമോ? ഈ ആന എത്ര വയസ്സുള്ള ആനയായിരുന്നു? ഒരു കുട്ടിയാനയാണ്. എനിക്ക് തോന്നുന്നു ഒരു 3-4 വയസ്സ് കാണത്തുള്ളൂ. കുട്ടിയാന ഒരു കൊമ്പനാനയാണ്, കുട്ടിക്കൊമ്പനയാണ്. കുട്ടിക്കൊമ്പനയാണ് അടിച്ചിരിക്കുന്നത്. കടുവ അടിച്ചിട്ട് നമുക്കത് തിന്നുന്ന വിഷ്വൽസാണ് കിട്ടിയിരിക്കുന്നത്. അത് ആ പുറകിൽ നിന്ന് ഇങ്ങനെ തിന്നുന്ന വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എത്ര വയസ്സുള്ള കടുവയായിരിക്കും ഇത്? അതൊരു 3-4 വയസ്സുള്ള കടുവയാണ്, യങ് കടുവ. മെയിൽ ടൈഗർ, മെയിൽ യങ് മെയിൽ. ഓ, പക്ഷേ ഈ ആനേനെ അടിക്കണമെങ്കിൽ അത് എങ്ങനെയായിരിക്കും ഇതിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവും? അത് മിക്കവാറും അതിന്റെ കഴുത്തിന് പിടിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു, കുട്ടിയായോണ്ട്. കാരണം നമ്മൾ കാട്ടുപോത്തിനെ മ്ലാവിനെയൊക്കെ പിടിക്കുന്ന കഴുത്തിന് അങ്ങനെ നേരെ അടിക്കാൻ കിട്ടുമോ? അത് സൈഡിൽ നിന്ന് അടിച്ചിട്ടുണ്ടാവും. സൈഡിൽ നിന്ന് അടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് കിടത്താൻ പറ്റുമോ? എന്നിട്ട് അടിച്ചിട്ടുണ്ടാവും, ഇല്ല ഇഞ്ചേർഡ് ആയിട്ട് പിന്നെ അത് വീണ് പോയിട്ടുണ്ടാവും. അതായത് കല്ലും കൊണ്ടായിരിക്കുമോ കഴുത്തിന് പിടിച്ചിട്ടുണ്ടാവോ? ആദ്യം അടിക്കുമോ? നഖം കൊണ്ട് കഴുത്തിന് ചാടി പിടിച്ചിട്ടുണ്ടാവും. ചിലപ്പം കുറച്ച് ഇഞ്ചേർഡ് ആയിട്ട് പിന്നെ അത് വിട്ടിട്ട് പോയിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ചത്തിട്ടുണ്ടാവും. കൂടെ അടി കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ഇത് കൂട്ടത്തിൽ നിന്ന് മാറിയിട്ടുള്ള ആനയായിരിക്കും അതോ കൂട്ടത്തിന്റെ കൂടെയുള്ള ആനയാണ്? 3-4 വയസ്സെന്ന് പറയുമ്പോൾ അത് കൂട്ടത്തിലുള്ള ആന, കൂട്ടത്തിൽപ്പെട്ടത് തന്നെ. അപ്പൊ അത്രയും ധൈര്യം ഉണ്ടല്ലേ കൂട്ടത്തിൽ നിന്ന്? സെപ്പറേറ്റ് ആയിട്ട് നിന്നപ്പോൾ എന്തോ അടിച്ചായിരിക്കും. ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ അടിച്ച് ചിലപ്പോൾ ഇഞ്ചേർഡ് ആയി കാണും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചെറുത്. അവിടെ ആന നിൽപ്പുണ്ട്. ഓ, അങ്ങനെ. അപ്പം ഈ 3-4 ദിവസം വെയിറ്റ് ചെയ്യുമോ? പുറകെ ചെയ്തിരിക്കും, സ്മെല്ല് കൊണ്ട് ചെയ്തിരിക്കും. പിന്നെ കൂട്ടത്തിലുള്ള ആന വിട്ടുപോയി കാണും. എന്നിട്ട് ഇത് അടിച്ച് അന്ന് തന്നെ കഴിക്കില്ലല്ലോ. 3-4 ദിവസം 2-3 ദിവസം പിടിക്കും കഴിക്കാൻ വേണ്ടി. There is one elephant, big elephant there. I think it's a tusker, male elephant, no? At the right side also there, left side also there. ഈ ആന അടിച്ച ആനേനെ മുഴുവനും തിന്നു തീർക്കോ? അടിച്ച ആനേനെ മുഴുവനായിട്ട് തിന്നു തീർക്കാൻ ചാൻസ് ഇല്ല. ഒരു 5-6 ദിവസം തിന്നു കഴിയുന്ന ഉടനെ പിന്നെ അത് മൊത്തം അങ്ങ് ഇതായിപ്പോവും, എന്താ പറയുക, അഴുകിപ്പോവും. പിന്നെ കാട്ടുപന്നി വന്ന് കഴിക്കും. കാട്ടുപന്നി വന്ന് ടൈഗർ മറന്നാണ് കാട്ടുപന്നി വന്നിട്ട് ഒറ്റയടിക്ക് എല്ലാം തീർക്കും. ഈ ആനേനെ അടിക്കാന്നുള്ളത് കോമൺ ആയിട്ട് സംഭവിക്കുന്നതാണോ? വളരെ ചുരുക്കമായിട്ട് സംഭവിക്കുന്നതാണ്. മെയിനായിട്ട് കടുവ അടിക്കുന്നത് സാമ്പാർ ഡിയറും അതുപോലെ തന്നെ ഗോറിനെയൊക്കെയാണ്. You saw the tusk? Anyone? Huh? You seen the tusk? See the tusks? See the tuskers? That's why it's a male. Male elephants. It's Asiatic elephants, male only the tusk. African elephants, both are tusk. Male and female both are tusk. You will also see depends on or not. I want to see a tiger hunt. To see tiger hunt, you need to be very lucky. It happens very rare. It's cold the body. It's mud bathing. That elephant. They take the mud and put the body. Mud bath. Yeah. See, he's sometimes they do cool the body. To make them cool the body. Cool. ആ കൊമ്പനാന നിൽക്കുന്നിടത്ത് നിന്ന് കുറച്ചപ്പുറം മാറി കണ്ടത്തിൽ തന്നെ ഒരു തള്ളയാനെ ഒരു കുട്ടിയാനെ നിൽക്കുന്നുണ്ടേ. എന്താണുള്ള ആനകൾക്ക് നല്ല സുലഭമായിട്ട് പുല്ലുണ്ട് ഇപ്പോൾ ഈ കണ്ടങ്ങളിലെല്ലാം. It's called the langur, black face Hanuman langur. This one of it's called the security guards of the forest. He saw the predator, they suddenly give the alarm call. Even tiger, leopard. കടുവ എന്ന് പറയുന്നത് എല്ലാ പ്രാവശ്യവും പോയി അടിക്കാൻ ചെല്ലുമ്പോൾ കിട്ടത്തില്ലല്ലോ. ചാൻസ് ഒന്നും അടിച്ചു. എന്നാലും ആനേനെ അടിക്കാനുള്ള ധൈര്യം അവനുണ്ട്. ധൈര്യമുണ്ട്. ചിലർ പറയുന്നത് ഈ ആനയുടെ ഇറച്ചി ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത് ഒരു ചിലർ പറയുന്നത്. അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല.
ആനയുടെ ഇറച്ചിയെ കുറിച്ച്. പക്ഷേ ഇതിവിടെ രണ്ടാമത്തെ സംഭവമാണ്. നേരത്തെ ഒരു 3 വർഷം മുമ്പ് തന്നെ ഇവിടെ നമ്മൾ വന്ന വഴിക്ക് തന്നെ ഒരു കുട്ടിയാനെ അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. കുട്ടിയാനെ അടിച്ചിട്ടിട്ട് വലിയ കടുവ തന്നെ ആണല്ലേ? റോഡിൽ തന്നെ, റോഡിൽ നമ്മൾ ഇതുപോലെ റോഡിന്റെ നടുവിൽ തന്നെ. These both are females. എന്നാലും വളരെ എക്സൈറ്റഡ് ആണ് നമ്മൾ. നാനാച്ചിയിൽ വെച്ച് തന്നെ ഒരു കടുവ ആനേനെ അടിക്കുന്ന ഒരു വാർത്ത, അതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ എന്തെങ്കിലും ആ ടൈഗറിനെ ഇന്ന് കാണാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. അവനെ കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇനി ഞാൻ വന്നത് തന്നെ പ്രത്യേകിച്ച്. എന്താണല്ലോ ഇവിടെ ഇങ്ങനത്തെ സംഭവം നടന്നു, അതിന് എവിഡൻസ് ആയിട്ട് തന്നെ നമുക്ക് അന്നുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫേഴ്സുള്ള ഫോട്ടോസൊക്കെ പല ഗ്രൂപ്പുകളും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതറിഞ്ഞതിൽ വളരെ സന്തോഷം. പിന്നെ ടൈഗറിനെ കുറിച്ച് പറഞ്ഞാൽ അവൻ ഒരു സോളിറ്ററി അനിമലാണ്, ഒറ്റയ്ക്കാണ് അവൻ ജീവിക്കുക. നമുക്കറിയാലോ അല്ലേ? He just walked through the... he just went from here. You know, tiger like to walk through the open area. He don't like to go through the bushes. So he go through all along the way through the road only. If we are lucky, we can spot him. ഈ റോഡിൽ കൂടെ തന്നെ നടന്നു പോയിരിക്കും കേട്ടോ. അപ്പോൾ സന്തോഷമായിട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ ടൈഗർ സോളിറ്ററി ആയതുകൊണ്ട് വയസ്സായി കഴിയുമ്പോൾ ഇവൻ എങ്ങനെയാണ് ഇവന് ഇര തേടുക? വയസ്സ് ഒരു വയസ്സ് വരെ അവൻ്റെ ആരോഗ്യത്തിൻ്റെ ഒരു വയസ്സ് വരെ അവന് ഇര തേടാൻ പറ്റത്തുള്ളൂ. പിന്നെ അത് കഴിയുമ്പോൾ അവിടോട്ട് ഇനി ഒരു യങ് മെയിൽ വന്നാൽ ഇവനെ അടിച്ച് ദൂരക്കളയും. അതെ. വയസ്സാം കാലത്ത് അപ്പോൾ എങ്ങനെ അതിജീവിക്കും? വയസ്സാം കാലം വരെ ജീവിക്കത്തില്ല ഇത്. പട്ടിണിയാവും. പിന്നെ ഇല്ല, പിന്നെ മറ്റുള്ള ടൈഗറുകൾ ഫീമെയിൽ കില്ല് ചെയ്തുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിച്ചാൽ ആയി. ചിലപ്പോൾ ഇത് കില്ല് ചെയ്ത് കാണും, ലെപ്പേർഡ് കില്ല് ചെയ്ത് കാണും, വൈൽഡ് ഡോഗ് കില്ല് ചെയ്ത് കാണും. അതായത് കില്ല് ചെയ്ത് പോയി കട്ടെടുക്കും. കില്ല് ചെയ്ത് അവൻ പോയി കട്ടെടുക്കും. വൈൽഡ് ഡോഗ് ഒക്കെ കില്ല് ചെയ്തിട്ട് നോക്കുമ്പോൾ അത് പോയി കട്ടെടുക്കും. ടൈഗറിൻ്റെ ഒരു അവസ്ഥ വയസ്സായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മളെ ആനേനെ അടിച്ച സ്ഥലത്തെത്തിയിട്ടാണ് അവിടെ. ആ മുന്നിൽ കാണുന്ന ഏരിയ ഉണ്ടോ, അവിടെയാണ് ആനേനെ അടിച്ചത്. ഇവിടുന്ന് ഒരു 50 മീറ്റർ അപ്പുറം കണ്ടാണ് അടിച്ചിട്ടുള്ളത്. പക്ഷേ അങ്ങോട്ടേക്ക് ഇന്നായപ്പോഴത്തേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആ റോഡ് ബ്ലോക്ക് ചെയ്തു, അങ്ങോട്ടുള്ള ആക്സസ് ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഈ പ്രദേശത്ത് എവിടെയും ആ ടൈഗർ കാണും. അവനിപ്പോൾ ഇന്നിപ്പോൾ 3-ാം ദിവസമല്ലേ. സമ്മറാണെങ്കിൽ നമുക്ക് അവിടെ വെള്ളം കുടിക്കാൻ വരും. സമ്മറാണെങ്കിൽ ഉറപ്പായിട്ട് വെള്ളം കുടിക്കാൻ വന്നേനെ. ഇപ്പോൾ ഈ 3-ാം ദിവസം ആകുമ്പോൾ ഫ്രഷ് അവൻ എന്താണല്ലോ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജിലെത്തിയിട്ടുണ്ട്. ഈ ഏരിയയിൽ എവിടെയെങ്കിലും ആവശ്യം കാണും. എന്താണ് നമ്മൾ വന്നപ്പോഴത്തേക്ക് ആ റോഡ് ബ്ലോക്ക് ആയിട്ടാണ് ഉള്ളത്. The elephant, tiger killed the elephant, no? That's place here. So forest department blocked the road. Killed the elephant. ഈ ഫോട്ടോ 11 ഓഗസ്റ്റ് 2024 ഞായറാഴ്ച രാവിലത്തെ സഫാരിയിൽ നാനാച്ചിയിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ തലേന്ന് ശനിയാഴ്ച വൈകിട്ടത്തെ സഫാരി വരെ ഞാനും ടീമും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് ഞായറാഴ്ച രാവിലെ കബിനിലേക്ക് പോയത് ജസ്റ്റ് മിസ്സാണ്. അപ്പോൾ അന്ന് എടുത്ത ഫോട്ടോഗ്രാഫേഴ്സാണ് ഈ ഫോട്ടോ ഷെയർ ചെയ്തിട്ടുള്ളത് പല വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കൂടെയും. ദിസ് ഈസ് പഗ് മാർക്സ്. ഫുട് പ്രിൻറ്റ്സ്, പഗ് മാർക്സ്. ഇങ്ങനെ പോയിട്ടുണ്ട് ആള് ഇങ്ങനെ തന്നെ നടന്നു പോയിട്ടുണ്ട്. നമുക്ക് തപ്പാണ്. നമ്മൾ yes, totally 882 square kilometer forest, Nagarhole Tiger Reserve, and 4 adjoining national park also is even Madumalai and in Tamil Nadu, Wayanad in Kerala, Bandipur and Nagarhole, 4 adjoining national park. Is Nagarhole only the 135 tigers? Only Nagarhole. Two. There are 2. That's eating the tree bark. Silent. It attack. I think more inside. More elephant inside. നമ്മൾ പോകുന്ന വഴിയിൽ ഉടനീളം ഇഷ്ടം പോലെ ആനകളെ കണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല.
ചാർജ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല. ഇൻട്രസ്റ്റ് ഇല്ലാത്ത. ഇത് ഈ ആനേനെ ഒന്ന് ശ്രദ്ധിച്ചേ. അത് ചെറുതായിട്ട് മുളച്ച് വരുന്ന മുളം തൈകളൊക്കെ പറിച്ച് തിന്നുവാണ്. അപ്പോൾ ഇപ്പോൾ സന്തോഷേട്ടൻ പറഞ്ഞു തന്നൊരു അറിവാണ്, ഈ മുളകളൊക്കെ ഒരുപാട് കാലത്തിന് ശേഷം നശിച്ചു പോയതിന് ശേഷം പിന്നെ ഇത് മുളച്ച് വരുമ്പോൾ ഒരൊറ്റ വരവായിരിക്കും. ഒരു ദിവസം തന്നെ ഏകദേശം 3 അടിയോളം മുളകൾ വളരും എന്നാണ് പറയുന്നത്. ഒരു ദിവസം ഒരു ചെടി 3 അടി വളരുക എന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, എന്തുമാത്രം വളർച്ചയായിരിക്കും അല്ലേ. ഒരാഴ്ച കൊണ്ടൊക്കെ നല്ലൊരു സൈസാവും. അതിൻ്റെ പുല്ല് മാത്രം എടുത്തു. കമ്പിൽ ചിലപ്പോൾ മുള്ള് കാണും, ചെറിയ ചെറിയ മുള്ള്. അവൻ തൊട്ടില്ലത്, ഇല മാത്രം എടുക്കുന്നുള്ളൂ അല്ലേ. നമ്മൾ വിചാരിക്കും നമ്മളെ നീറ്റ് സോപ്പിട്ട് കൈ കഴുകി എടുക്കത്തോളന്ന്. അത് കണ്ടോ, അത് എന്ത് നീറ്റായിട്ട് നമ്മൾ എത്ര ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലായില്ലേ, മനസ്സിലാവില്ല. പുല്ല് മാത്രം എടുത്തിട്ടുള്ളത്. മുളം തീറ്റയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആന പതിയെ മഡ് ബാത്തിങ്ങിൻ്റെ പരിപാടി തുടങ്ങിയേ. അപ്പോൾ അത് കണ്ടപ്പോൾ ഹൈദരാബാദ് ഫാമിലി പറയാണ്, ഇത് കണ്ടില്ല അവൻ്റെ മേത്തെല്ലാം പുല്ല് കിടക്കുന്നില്ലേ. അത് കണ്ടപ്പോൾ പറയാണ്, ഇതാ ഫുഡ് പാഴ്സൽ എടുത്തിട്ട് പോവാന്ന് ആന. It's grazing one day, almost 16 hours grazing elephants. ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ലപോലെ മേഘങ്ങളൊക്കെ ആയിട്ട് എപ്പം മുകളിൽ മഴ പെയ്യുന്നൊരവസ്ഥയായി. അപ്പോഴാണ് കണ്ടത്തിൽ ഈ ഒരു ആനേനെ കണ്ടത്. ലൈറ്റാണെങ്കിൽ നന്നായിട്ട് പോയിട്ടുമുണ്ട്. മാക്സിമം ISO ഒക്കെ കൂട്ടിയിട്ട് എടുത്തൊരു വിഷ്വലാണ്. Just enjoy the rain. ഈ ചെടിയുടെ പേരാണ് ഗ്ലോറിയസ് ലില്ലി. ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ തളിരിടുകയല്ലേ, ആ ടൈമിൽ അതിൻ്റെ ഇലയിൽ നിന്നാണ് അത് ക്രീപ്പ് ചെയ്ത് കയറുന്നത്. അപ്പോൾ അത് വളരെ റെയറായിട്ടാണ് ഈ ഇലയുടെ അറ്റത്ത് നിന്ന് അങ്ങനെ ക്രീപ്പ് ചെയ്യുന്ന ചെടികൾ നമ്മുടെ നാട്ടിലുള്ളത്. പെരുമഴയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഈ അടുത്ത് നമ്മളധികം ട്രിപ്പുകളൊന്നും പോയിട്ടില്ല. ഇനിയിപ്പോൾ മഴയൊക്കെ കുറയുന്നത് കണക്കായിട്ട് നമുക്ക് കൂടുതൽ ട്രിപ്പുകൾ ചെയ്യാം. കൂടുതൽ വീഡിയോസൊക്കെ ചാനലിൽ ഉടനെ വരുന്നതായിരിക്കുമേ. Male more big and blackish. See the bisons? No bison in India. It's a gaur. It's called the gaur. This is the biggest cattle in the world. It's a bison is a buffalo family. This is the biggest cattle in the world. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.